പാകിസ്ഥാനിൽ വിഘടനവാദം ശക്തമാവുകയാണ്. ഇന്ത്യക്കെതിരെ എപ്പോഴും ഭീകരവാദ പ്രവർത്തനങ്ങൾ വഴി യുദ്ധം നടത്തിവരുന്ന പാകിസ്ഥാനിൽ ഇന്ന് വിഘടനവാദം കൂടുതൽ നടന്നു വരികയാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ ചില പ്രവിശ്യകളിൽ ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലും മറ്റും വളരെ നാളുകളായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. വിഘടനവാദികൾ മുന്നോട്ട് വരുന്നു. പാകിസ്ഥാനിൽ നിന്നും വിട്ടുപോകുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ബലൂചിസ്ഥാനിൽ ഇന്നലെ നടന്ന ഒരു സംഭവമാണ് ലോക ജനതയെ ഞെട്ടിച്ചിരിക്കുന്നത്. ഏകദേശം 23 പേരെ, വാഹനത്തിൽ പോവുകയായിരുന്ന 23 പേരെ തടഞ്ഞു നിർത്തി അവരുടെ ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിച്ചുകൊണ്ട് അവരെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇത് വെളിവാക്കുന്നത് കിഴക്കൻ പഞ്ചാബിൽ നിന്ന് വരുന്ന ചില തൊഴിലാളികളെയും വ്യക്തികളെയും അവർ ഇങ്ങ് ബലൂചിസ്ഥാനിലേക്ക് വരാൻ അനുവദിക്കാറില്ല എന്നുള്ളതാണ് പണ്ട് മുതലേയുള്ള ഒരു വാസ്തവം. അവർ വ്യക്തമായിട്ട് തന്നെ ബലൂചിസ്ഥാനിലേക്ക് പാകിസ്ഥാന്റെ മറ്റ് പ്രവിശ്യകളിൽ നിന്നും ആളുകൾ വരുന്നതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന സെൻട്രൽ ഗവൺമെന്റിനോട് ബലൂചിസ്ഥാൻ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിലെ ഈ കൊലപാതകം ആരും ഏറ്റെടുത്തില്ലെങ്കിൽ തന്നെയും അവിടെ നിരോധിക്കപ്പെട്ട ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാന്റെ ഇന്റീരിയർ മിനിസ്റ്റർ മൊഹ്സിൻ നഖ്വി ഇതിനെ ശക്തിയായി പ്രതികരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാന്റെ പ്രസിഡന്റും ഇതിനെ ശക്തിയായി അപലപിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലും ഇതേപോലെയുള്ള വലിയ കലാപങ്ങൾ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പ്രദേശത്തും, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലും ബലൂചിസ്ഥാനിലും നടക്കുന്ന വലിയ പ്രശ്നങ്ങൾ പാകിസ്ഥാന് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ടെന്നാൽ ഭീകരവാദത്തിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ, പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് ഇപ്പോൾ അവരുടെ ഉള്ളിൽ നടക്കുന്ന അന്തഛിദ്രം എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ലക്ഷ്യബോധമില്ലാതെ ഉഴറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പാകിസ്ഥാൻ ആർമിക്ക് പോലും ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത പാകിസ്ഥാനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള കലാപങ്ങളും വിഘടനവാദങ്ങളും വംശീയ പ്രശ്നങ്ങളും പാകിസ്ഥാനെ തീർച്ചയായും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കും എന്നുറപ്പാണ്. ആ അവസരത്തിൽ പോലും ഇന്ത്യക്കെതിരെ കാശ്മീരിൽ ഭീകരന്മാരെ അതിർത്തി കടത്തി വിട്ടുകൊണ്ട് വലിയ കലാപങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ശക്തമായി അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിവരുന്ന ഈ കലാപങ്ങൾ, പാകിസ്ഥാന് ഒരു തലവേദനയാകുമെന്നും ഭാവിയിൽ പാകിസ്ഥാൻ ശിഥിലമാകുവാനുള്ള ഒരു രീതിയിലേക്ക് ഒരു പക്ഷേ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നയിക്കുമെന്നും അത്തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള സ്ഥിതിവിശേഷം പോകുന്നത്. സ്വന്തമായി നിയന്ത്രിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും അവർ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അവർ തന്നെ ചെന്ന് വീഴുന്നത് വലിയ ഒരു പടുകുഴിയിലായിരിക്കും. തീവ്രവാദത്തിന്റെ, വിഘടനവാദത്തിന്റെ പടുകുഴിയിലായിരിക്കും. അതിനെ ഒരു പക്ഷേ നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. ന്യൂസ് ഡെസ്ക് സച്ച ഭാരത്.